പോലീസിന്റെ ജീപ്പ് തല്ലിത്തകർത്ത കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിന്റെ ജീപ്പിന്റെ പെട്രോൾ ടാങ്കിൽ പോലീസ് കല്ലുപ്പിട്ടെന്ന് പരാതി. വാഹനം പരിശോധിക്കാൻ ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പരാതിക്കാരൻ നിതിൻ പുല്ലന്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. പോലീസ് പരിശോധന അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് നിതിൻ പുല്ലൻ രംഗത്തെത്തി. സുരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സുരജ്, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലാണോ പോലീസ് ജീപ്പിന് പകരം നിതിൻ പുല്ലന്റെ ജീപ്പ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, അന്ന് ഈ സംഘർഷം നടന്ന സമയത്ത് നിതിൻ പുല്ലന്റെ ജീപ്പ് അവിടെ നിന്ന് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ ജീപ്പിന്റെ പെട്രോൾ ടാങ്കിലാണ് കല്ലുപ്പും അതുപോലെ തന്നെ എംസാൻഡും ഇട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിതിൻ പുല്ലൻ ഈ കോടതിയിൽ സമർപ്പിച്ച പരാതിയിൽ പറയുന്നത്. തുടർന്ന് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി ചാലക്കുടി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉത്തരവിടുകയായിരുന്നു. അത് പോലീസിന്റെ സാന്നിധ്യത്തിൽ നിതിൻ പുല്ലനും കൂടി നോട്ടീസ് നൽകിക്കൊണ്ട് ഇരുവിഭാഗത്തിന്റെയും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിശോധന നടത്താനാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവിട്ടത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അട്ടിമറിക്കാൻ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിതിൻ പുല്ലൻ പറയുന്നത്. കാരണം നാളെ കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം. പക്ഷേ ഇതുവരെയും പരിശോധന നടത്തിയിട്ടില്ല. ഇന്ന് MVD പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതുവരെയും നിതിൻ പുല്ലന് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതും എന്നുള്ളതാണ് നിതിൻ പുല്ലൻ പറയുന്നത്. കഴിഞ്ഞ ഈ സംഭവം നടക്കുന്നത് ചാലക്കുടി പോളിടെക്നിക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട സംഘർഷത്തിനിടയിലാണ് 5 പോലീസുകാർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ ആക്രമിക്കുന്നത്. ആ സംഭവത്തിൽ തുടർന്നാണ് ഈ ജീപ്പെല്ലാം കസ്റ്റഡിയിൽ എടുക്കുന്ന സംഭവത്തിലേക്കെല്ലാം പോയത്. അതിലാണ് ഇപ്പോൾ എന്തായാലും നിതിൻ പുല്ലൻ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സുഹൈൽ, ശരി, പെട്രോൾ ടാങ്കിൽ കല്ലും എംസാൻഡും ഉണ്ടോ എന്ന് പരിശോധിക്കട്ടെ. തൽക്കാലം നിതിൻ പുല്ലനെ നാട് കടത്തിയിരിക്കുകയാണ് 6 മാസത്തേക്ക്.